രണ്ട്, ക്രിസ്തുവിൽ മരിക്കുന്നതിന് മുമ്പ് നമുക്കെന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. അത് ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. നാം എത്ര പ്രസംഗിച്ചാലും, എത്ര പാടിയാലും, എത്ര പ്രത്യാശയുടെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്താലും, ആരുടെ മണ്ണിലേക്ക് അടക്കപ്പെടുന്നതിന് മുമ്പ് നാം ആത്മനിറവിൽ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ഞാൻ ക്രിസ്തുവിൽ ജനിച്ചോ എന്നുള്ളതാണ്. ഏറെയായാൽ 80 വരെ അവസാനിക്കപ്പെടുന്ന ഈ ജീവിതയാത്രയുടെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുവാൻ നമുക്ക് ആദ്യമൊന്നും കഴിഞ്ഞില്ലെങ്കിലും ലഭ്യമാകുന്ന സമയങ്ങൾ ക്രിസ്തുവിൽ ജനിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളത്. ജനിക്കുക എന്നതിനേക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ക്രിസ്തുവിൽ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അത് വലിയ യാഥാർത്ഥ്യമാണ്. നാം പലരും പെന്തക്കോസ്തുകാരാണ്, നാം തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്, ശുശ്രൂഷകളിൽ ഉടനീളം കൈത്താങ്ങൽ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നമ്മളാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക, അനുദിന ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നുണ്ടോ? നമ്മെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടത് മറ്റാരുമില്ല, നമ്മേക്കാൾ ഉപരി നമ്മെ അറിയുന്നവർ നാളെ നമ്മെക്കുറിച്ച് പറയുമോ, ഞാൻ ക്രിസ്തുവിൽ ജീവിച്ചൊരു ഭക്തനാണ്, ഞാൻ ക്രിസ്തുവിൽ ജീവിച്ചൊരു ദൈവവൈദ്യനാണ്. ഇയ്യോബിനെ കുറിച്ച് ചോദിച്ചാൽ നാം സവിസ്തരം പറയും, ഇയ്യോബ് ക്രിസ്തുവിൽ ജീവിച്ചൊരു മനുഷ്യൻ, യഹോവയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പുതിയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരെ, കർത്തദാസന്മാരെയൊക്കെ എടുത്തുയർത്തിയാൽ പൗലോസിനെ നോക്കി, പത്രോസിനെ നോക്കിയൊക്കെ നമുക്ക് സവിസ്തരം പറയാൻ കഴിയും. അവരൊക്കെ ആരാണ്? ക്രിസ്തുവിൽ ജനിച്ചവർ മാത്രമല്ല, അവർ ക്രിസ്തുവിൽ ജീവിച്ചവരാണ്. ക്രിസ്തുവിൽ ജീവിച്ച ആളുകൾ തിരിച്ചറിയേണ്ട 3 യാഥാർത്ഥ്യങ്ങൾ പൗലോസ് പറയുകയാണ്. നന്നായി എന്ത് ചെയ്യണം? പൊരുതണം. ഞാൻ നല്ല പോർപ്പൊരുതി നന്നായി ഓടണം. വെറുതെ ഓടിയാൽ പോരാ, തികവുള്ളിടത്തേക്ക് നാം എന്ത് ചെയ്യണം? നന്നായി പൊരുതണം, നന്നായി ഓടണം. ഈ IPC സൊസൈറ്റിയുടെ കർത്തദാസൻ പറഞ്ഞതുപോലെ ട്രെയിനിൽ പല ആളുകൾ ഇങ്ങനെ വന്ന് കയറിപ്പോകും. ഒരുപാട് ആളുകൾ ട്രാക്കിലുണ്ട്. സുവിശേഷത്തിന് വേണ്ടി നിന്ന് ഒരുപാട് ഭക്തന്മാർ, ഒരുപാട് ദൈവമക്കൾ പലയിടങ്ങളിൽ മാറ്റപ്പെട്ടു പോയപ്പോ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ ജീവിതമുണ്ട്. ഈ ഓട്ടത്തിൽ നാം സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1 വിശുദ്ധിയും 2 വേർപാടുമാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക തന്നെ വേണം. ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. 1, നന്നായിട്ട് പോരാടുക. നമുക്കറിയാം, ഈ 80 വരെയുള്ള ഈ ചുരുങ്ങിയ ഈ ആയുസ്, നമ്മൾ പലരും 40, 35 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. 35-നും 40-നും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകളാണ്. ചില ആളുകൾ പറയും ഇനിയും സമയമുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ട ആളുകൾ പല ആളുകളോടും ചോദിച്ചാൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ, വിശ്വജീവിതം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചില ആളുകൾ പറയുന്ന കാര്യമാണ് ഇനിയും സമയം ഉണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 50 വയസ്സിലെത്തിയ ഒരാളോട് നമ്മൾ ചോദിച്ചാലും അദ്ദേഹവും പറയും ഇനിയും സമയം ഉണ്ടല്ലോ. ഇനിയും സമയം ഒട്ടുമില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു നോക്കി, ഇനി 30 വർഷം കൂടെ ഏറെ ആയാലെന്നാ പറയുന്നത്. ഇനി 20 വർഷം കൂടെ. ഇനിയും എവിടെയാണ് സമയം? കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ്. ഈ സുവിശേഷത്തെ കേൾക്കാത്ത അനവധി ആളിലേക്ക്, ഈ കൊയ്ത്തിലേക്ക്, ഈ വയലിലേക്ക് അനവധി ആളുകൾ ഇറക്കുവാൻ, ഒരു നല്ല പോരാട്ടം പോരാടുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും നമ്മുടെ മുമ്പിൽ സമയമില്ല, പോരാടുവാൻ ഇനി സമയമില്ല. ഈ പോരാട്ടത്തിൽ നമ്മൾ യാഥാർത്ഥ്യമായി തിരിച്ചറിയുക, നമ്മൾ നല്ല യോദ്ധാക്കളാണോ എന്ന് നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നല്ല യോദ്ധാക്കളാണോ എന്ന് തിരിച്ചറിയണം. അന്യഭാഷയൊക്കെ പറഞ്ഞ് ആത്മനിറവിലേക്ക് ആരാധിച്ചതുകൊണ്ട് നല്ല യോദ്ധാവാകത്തില്ല. യോർദാന്റെ കരയിൽ നിൽക്കുമ്പോൾ ജനത്തിന് ഭയം വന്നു. പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ കാലാൽ പടയെ കൊണ്ട് കണ്ടിട്ട് നിങ്ങൾ തോറ്റുപോയാൽ ഇത് കഴിയുമ്പോൾ ഒരു കുതിരപ്പടയുണ്ട്, ആ യോദ്ധാന്റെ വൻകാട്ടിൽ നിങ്ങൾ പെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു തികഞ്ഞ യാഥാർത്ഥ്യം ഇതാണ്. ഓടുവാൻ എല്ലാവർക്കും കഴിയും, യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ എല്ലാവർക്കും കഴിയും. അവിടെയൊന്നും പ്രതിഫലമില്ല. നല്ല പോരാടുന്നവർ